കർക്കിടകവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ തിരുനാവായയിൽ സംഗമം ഒരുക്കി. തിരൂർ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ RV പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനുഷിക ബന്ധം, കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള പക്ഷികളുടെ ആവാസ വ്യവസ്ഥ, പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്നിവ സംഗമത്തിൽ ചർച്ചയായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഗ എന്ന് പറയുന്ന ഒരു കായിക അഭ്യാസം മാത്രമല്ല എന്നുള്ള വസ്തുതയാണ്. യോഗ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏത് രീതിയിൽ മാറി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ കൈവിരലിന്റെ അഗ്രം മുതൽ കാൽവിരലിന്റെ അഗ്രം വരെയുള്ള ഓരോ ഇടങ്ങളെയും അതിസൂക്ഷ്മമായിട്ട് മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. റിയക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് സംഗമത്തിൽ അധ്യക്ഷനായി. എഴുത്തുകാരനും കൃഷി വിജ്ഞാന കേന്ദ്രം മുൻ സയന്റിഫിക്കൽ അസിസ്റ്റന്റുമായ അംബുജൻ തവനൂർ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ KM സതീഷ് ബാബു, പക്ഷി ഗവേഷക ശ്രീനില മഹേഷ്, നവാമുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K പരമേശ്വരൻ, BK അബൂബക്കർ മൗലവി, OISCA അധ്യക്ഷൻ KK റസാഖ് ഹാജി, ജൈവ കർഷകൻ നെടുവഞ്ചേരി കുഞ്ഞിബാവ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നേപ്പാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആയിഷയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. വാർഡ് മെമ്പർ സൂർപ്പിൽ ബാവഹാജി, റിയക്കോ സെക്രട്ടറി അസ്കർ പല്ലാർ, പക്ഷി നിരീക്ഷകൻ സൽമാൻ കരിമ്പനക്കൽ, കർഷകരായ നജീബ് വെള്ളാടത്ത്, പരേടത്ത് കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത്. കാതുകുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന്. പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ്. കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു. ചെറുവിരലുകളാൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു. കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട്, സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. ജൂലൈ 15 മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ. കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും.